ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 19-ാം അധ്യായത്തിലെ മനോഹരങ്ങളായ വിവരണങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കുഞ്ഞാടിൻ്റെ വിവാഹത്തെക്കുറിച്ചും വിരുന്നിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. തുടർന്ന് നമ്മൾ വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്ന ആ ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. തിന്മയുടെ ശക്തികളെയെല്ലാം ഉന്മൂലനം ചെയ്ത് ദൈവം വാഗ്ദാനം ചെയ്ത ആ യാഥാർത്ഥ്യം ഇവിടെ സാക്ഷാത്കൃതമാവുകയാണ്. 11-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള ഭാഗം നമുക്ക് വായിക്കാം. 12-ാം വാക്യം, അവൻ്റെ മിഴികൾ തീനാളം പോലെ, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ, അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്ന ആ ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുകയാണ് ഈ വാക്യങ്ങൾ ചെയ്യുന്നത്. വിശ്വസ്തനും സത്യവാനുമായ അവിടുന്ന് പടപൊരുതുന്നു, നീതിയോടെ വിധിക്കുന്നു. ഇപ്പോൾ തിന്മയുടെ ശക്തികൾക്കെതിരെ വിധി പ്രസ്താവിച്ച് തൻ്റെ ജനത്തോടുള്ള ആ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുന്നതാണ് അവിടെ കാണുക. ഇനി ആ ക്രിസ്തുവിനെ കൂടുതൽ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ജ്വലിക്കുന്ന മിഴികളുള്ളവനാണ് അവിടുന്ന്. അതുപോലെ തന്നെ അവന് അനേകം കിരീടങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ജ്വലിക്കുന്ന മിഴികളുള്ളവനാണ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു. ആ മിഴികൾ, ജ്വലിക്കുന്ന മിഴികൾ, അത് ഹൃദയങ്ങൾ ചുഴിഞ്ഞിറങ്ങുന്ന യേശുവിനെയാണ് അവിടെ അവതരിപ്പിക്കുക. വെളിപാട് 5-ാം അധ്യായം 6 കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടിനെ അവതരിപ്പിക്കുന്ന ആ ഭാഗത്ത് അവന് 7 ആത്മാക്കളും അതുപോലെ തന്നെ 7 കണ്ണുകളുമുള്ളവനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 7 കണ്ണുകൾ അവൻ്റെ അപാരമായിട്ടുള്ള അതുല്യമായിട്ടുള്ള തൻ്റെ അറിവിനെയാണ് അവിടെ അവതരിപ്പിക്കുക. അപ്പോൾ മനുഷ്യ ഹൃദയത്തിൽ, ഈ ചരിത്രത്തിൽ ഒന്നും തന്നെ അവിടുത്തെ മുന്നിൽ ഒളിഞ്ഞു നിൽക്കുന്നില്ല. എല്ലാ തിന്മകളെയും അവിടെ തിരിച്ചറിയുന്നു. ഇനി അത് തിരിച്ചറിഞ്ഞ് ആ അഗ്നി പോലുള്ള മിഴികൾ കൊണ്ട് ഈ തിന്മയെ അവിടുന്ന് നശിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പിന്നെ അതിനുള്ള രണ്ടാമത്തെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. അത് സ്നേഹത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ആ മിഴികൾ സ്നേഹത്താൽ ജ്വലിക്കുന്ന മിഴികളാണ്. അപ്പോൾ തൻ്റെ ജനത്തോടുള്ള ആ സ്നേഹത്തിൻ്റെ പ്രകടനം തന്നെയാണ് അവിടുന്ന് യാഥാർത്ഥ്യമാക്കുന്ന ഈ രക്ഷ. ഇനി ക്രിസ്തു നൽകുന്ന മറ്റ് വിശേഷണങ്ങളാണ് അനേകം കിരീടങ്ങൾ ഉള്ളവനാണ്. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ സർവാധികാരത്തിൻ്റെ അടയാളങ്ങളാണ് ഇത്. അപ്പോൾ കിരീടം അത് രാജകീയ ശക്തിയെ സൂചിപ്പിക്കുന്നു. ഇനി കിരീടങ്ങൾ വെളിപാടിൽ മറ്റ് ശക്തികൾക്കും ഉള്ളതായിട്ട് വിവരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സർപ്പത്തിനും 12-ാം അധ്യായത്തിൽ ആ 3-ാമത്തെ വാക്യത്തിൽ സർപ്പത്തെ അവതരിപ്പിക്കുമ്പോഴും കിരീടങ്ങൾ ധരിച്ചിരിക്കുന്നവനായിട്ടാണ് അവതരിപ്പിക്കുക. അതുപോലെ തന്നെ മൃഗം 13-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ആ മൃഗത്തിൻ്റെ ചിത്രത്തിലും നമ്മൾ കിരീടങ്ങൾ ധരിച്ച മൃഗത്തെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വ്യാജ അവകാശവാദങ്ങളാണ്, അധികാരത്തിൻ്റെ വ്യാജ അവകാശവാദങ്ങളാണ്. തങ്ങളാണ് ഈ ഭൂമിയെ, പ്രപഞ്ചത്തെ ഭരിക്കുന്നത്, നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് എന്ന വ്യാജ അവകാശവാദങ്ങൾ. യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്നവൻ, ചരിത്രത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ ക്രിസ്തു മാത്രമാണ്. തുടർന്ന് പറയുന്നു, അവന് ഒരു നാമമുണ്ട്, വേറെ ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു നാമം. ഇപ്പം എന്താണ് അവനൊരു നാമമുണ്ട് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ നാമം, പേര് എന്ന് പറയുന്നത് അത് ഹെബ്രായ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയുടെ സ്വത്വത്തിൻ്റെ, അതായത് ഐഡൻറ്റിറ്റിയുടെ ഒരു നിർവചനം തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തി ആരാണ് എന്നത്
ആ പേര് അത് വ്യക്തമാക്കുന്നു. ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് എമത്ത്. എമത്ത് എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ് അർത്ഥം. ആ ദൈവം, സത്യവാനായ ദൈവം, ആ ദൈവത്തിൻ്റെ അവതരണം കൂടിയാണ് ഈ ഒരു പദം, എമത്ത് എന്ന് പറയുന്ന ഒരു പദം. ഇനി ആ എമത്ത് എന്ന് പറയുന്ന പദത്തിന് വേറെയും ചില പ്രത്യേകതകളുണ്ട്. ഇത് ഹീബ്രു അക്ഷരമാലയിലെ ആദ്യത്തെയും അവസാനത്തെയും അതുപോലെ തന്നെ ഏറ്റവും മധ്യഭാഗത്തുമുള്ള 3 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് എമത്ത് എന്ന പദം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ആദിയും അന്ത്യവും അതിൻ്റെ മധ്യഭാഗവും, അതായത് ഈ പ്രപഞ്ചത്തിലെ സർവ്വതും അറിയുന്നവൻ, എല്ലാത്തിൻ്റെയും ആരംഭവും അവസാനം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഒരു നാമം എന്ന് പറയുമ്പോൾ അത് ആരെ സൂചിപ്പിക്കുന്നുവോ ആ ആളുടെ, ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം, സ്വത്വം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആർക്കും അറിയില്ലാത്ത നാമം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ആ ഐഡൻറ്റിറ്റി അത് ആർക്കും അത് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ആ സ്വത്വത്തിൻ്റെ ആഴവും പരപ്പും ഒക്കെയാണ് ഇത് അർത്ഥമാക്കുന്നത്, ആർക്കും അറിയാൻ പാടില്ലാത്ത ആ നാമം. ഇനി ഈ നാമത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ട്. ഒന്നാമത്തേത്, ഈ പേര് അന്ത്യനാൾ വരെ അറിയപ്പെടാതെ ഇരിക്കും എന്നതാണ്. അതായത് ദൈവിക പദ്ധതികൾ അന്ത്യനാളിൽ പൂർത്തിയാകുമ്പോഴാണ് ക്രിസ്തു പൂർണ്ണമായിട്ടും വെളിപ്പെടുന്നത്. അപ്പം അതാണ് ഇവിടെ ഉള്ള ഒരു അർത്ഥം. അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് ലോകത്തിന് വെളിപ്പെടുത്തപ്പെടുന്നത് ദൈവിക പദ്ധതികൾ ക്രിസ്തുവിലൂടെ പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമായി തീരുമ്പോൾ മാത്രമാണ്. പിന്നെ രണ്ടാമത് ഉള്ള ഒരു അർത്ഥം, ഇത് ദൈവത്തിൻ്റെ നാമം തന്നെയാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ആർക്കും അറിയാത്ത നാമം അത് ദൈവത്തിൻ്റെ നാമം തന്നെയാണ്. കാരണം ഈ ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വെളിപാട് 3-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്നുണ്ട്, 3:12, വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും, പിന്നെ ഒരിക്കലും പുറത്തു പോകില്ല. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന പുതിയ ജെറുസലേമെന്ന നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. അപ്പോൾ എൻ്റെ നാമം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് പറയുന്നത്. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ നാമം, അപ്പോൾ ദൈവത്തിൻ്റെ നാമം, ക്രിസ്തുവിൻ്റെ നാമം. അപ്പോൾ അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ നാമം തന്നെയാണ് എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നാമം തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ക്രിസ്തു എപ്രകാരം ആ ദൈവത്തിൻ്റെ നാമം, അതായത് ദൈവത്തിൻ്റെ പദ്ധതികൾ അത് യാഥാർത്ഥ്യമാക്കുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവിക പദ്ധതികൾ ക്രിസ്തുവിലൂടെ യാഥാർത്ഥ്യമായി തീരുന്നു. അപ്പോൾ അത് രണ്ടാമത്തെ അർത്ഥമായിട്ട് കാണുന്നു. പിന്നെ മൂന്നാമത്തെ അർത്ഥം പിന്നീട് പറയുന്ന ആ രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും എന്നതാണ്. അപ്പോൾ ആദ്യം ഒരു നാമത്തെക്കുറിച്ച് പറയുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഈ നാമം അത് വെളിപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ അത് വെളിപാടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ശൈലി തന്നെയാണ്. എന്നാൽ 17-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ വേശ്യയുടെ പേരിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീടാണ് അത് മഹാബാബിലോൺ എന്ന് പറയുന്നത്. അതായത് മറച്ചു വച്ചിരിക്കുന്നത് സാവധാനം വെളിപ്പെടുത്തപ്പെടുന്നു. അപ്പോൾ ആ ഒരു ചലനം, ആ ഒരു മൂവ്മെൻറ്റ് അത് ഇവിടെ നമുക്ക് കാണാം. ആദ്യം മറച്ചു വച്ചിരിക്കുന്ന നാമം എന്ന് പറയുന്നു, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ആ നാമം വെളിപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ മറഞ്ഞിരിക്കുന്ന നാമം രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും എന്ന് തന്നെയാണ്. അപ്പോൾ ഈ നാമം തിരിച്ചറിയുന്നത് ആരാണ്? ദൈവജനം മാത്രമാണ്. അപ്പോൾ ദൈവജനം ഈ നാമം തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ആ ക്രിസ്തുവിൽ യാഥാർത്ഥ്യമാകുന്ന രക്ഷ അവർ അനുഭവിച്ചറിയുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിലൂടെ ആ രക്ഷ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. ഇനി നാമം അറിയാതിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം?
ക്രിസ്തുവിലൂടെ യാഥാർത്ഥ്യമാകുന്ന രക്ഷ അവർ തിരിച്ചറിയുന്നില്ല എന്നത് തന്നെ. തിന്മയുടെ ശക്തികൾക്കുള്ള പരാജയം അതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി ഈ പ്രപഞ്ചത്തിൽ സാവധാനം അത് വ്യാപകമാകുന്നത് അവർ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ദൈവജനവും തീർച്ചയായിട്ടും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിലൂടെ യാഥാർത്ഥ്യമാകുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അത് തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ദൈവജനത്തിനും ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ദൈവജനം പലപ്പോഴും സഹനങ്ങളിൽ തളർന്നു പോകുന്നു. അപ്പോൾ സഹനങ്ങളിൽ തളരുന്നതിൻ്റെ കാരണം ഈ ഒരു അജ്ഞത തന്നെയാണ്. ദൈവത്തിൻ്റെ ശക്തി ഇവിടെ സാവധാനം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ദൈവജനം അത് സാവധാനം അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനി ദൈവജനത്തിന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന എപ്പോഴാണ്? അത് ക്രിസ്തു വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ്. അപ്പോൾ അവർക്ക് സ്വയം അത് തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് വരികയില്ല. അപ്പോൾ ക്രിസ്തു തന്നെ അത് വെളിപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ ദൈവജനവും അവരുടെ കണ്ണുകൾ തുറന്നിരിക്കണം. അപ്പോൾ ചരിത്രത്തിൽ മറിഞ്ഞിരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിയുക എന്നുള്ള ഒരു അർത്ഥവും ഇവിടെ ഒക്കെയുണ്ട്. ക്രിസ്തു ഈ തിന്മയുടെ ശക്തികൾക്കെതിരായിട്ട് ദൈവജനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഈ പോരാട്ടത്തിന് അവസാനം ദൈവജനം പുതിയ ലോകത്തിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് യേശുവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും അവ പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്നത്. അപ്പോൾ അവിടത്തേക്കൊരു നാമമുണ്ട്. അത് മറ്റാർക്കും അറിയാത്ത നാമം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ധ്വനികൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ക്രിസ്തു ആകുന്ന യാഥാർത്ഥ്യം, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ക്രിസ്തുവിലൂടെ യാഥാർത്ഥ്യമാകുന്നു. അത് തിന്മയുടെ ശക്തികൾ തിരിച്ചറിയുന്നേയില്ല. ഇനി ദൈവജനമാകട്ടെ പലപ്പോഴും അത് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവരുടെ ഉള്ളിൽ സംശയങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പോൾ ദൈവം ഈ ചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം ക്ലേശങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ തങ്ങളുടെ സാക്ഷ്യത്തിൽ, ക്രിസ്തുവിനോടുള്ള സാക്ഷ്യത്തിന് വിശ്വസ്തത പുലർത്തുവാനായിട്ട് ദൈവജനത്തിന് സാധിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 13-ാമത്തെ വാക്യം. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ വിളിക്കപ്പെടുന്ന നാമം ദൈവവചനം എന്നാണ്. രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ വിളിക്കപ്പെടുന്ന നാമം ദൈവവചനം എന്നാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 1-2 പ്രമേയങ്ങൾ ഈ വാക്യത്തിൽ ഉണ്ട്. ആദ്യത്തേത്, ഇവൻ രക്തത്തിൽ മുക്കിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഇപ്പോൾ രക്തത്തിൽ മുക്കിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉടനെ കടന്നു വരുന്നത് അതിനു മുമ്പ് 17 അധ്യായത്തിൽ നമ്മൾ കണ്ട ധൂമ്രവും കടും ചുവപ്പും നിറമുള്ള വസ്ത്രം ധരിച്ച ആ ബാബിലോണിനെയാണ്. അപ്പോൾ അവിടെയുള്ള ആ ഒരു കടും ചുവപ്പ് നിറം അത് അവളുടെ ആർഭാടത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ നടമാടിയിരുന്ന ആ അക്രമത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ ഒരു നിറം. ചക്രവർത്തിമാർ ധരിക്കുന്ന ആ വസ്ത്രം, ആ മേലങ്കിയുടെ നിറം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ അധികാരം മാത്രമല്ല, അവരിലൂടെ നടമാടുന്ന അക്രമവും ധൂർത്തും ആർഭാടവുമൊക്കെ അത് വ്യക്തമാക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് രക്തത്തിൽ മുക്കിയ വസ്ത്രം ധരിച്ചിരിക്കുന്ന ആ ക്രിസ്തു. അപ്പോൾ ഇവിടെ ആ വസ്ത്രത്തിന് നിറം ലഭിക്കുന്നത് എപ്പോഴാണ്? രക്തത്തിൽ മുക്കുമ്പോൾ. അപ്പോൾ രക്തത്തിൽ മുക്കിയ വസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അവൾക്ക് ക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്ന ആ വസ്ത്രം അത് അവിടുത്തെ കുരിശു മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നടത്തിയ ആ ജീവാർപ്പണം, കുരിശിൽ നടത്തിയ ആ ജീവാർപ്പണമാണ് ഇവിടെ അർത്ഥമാകുന്നത്. അപ്പോൾ ക്രിസ്തു ധരിച്ചിരിക്കുന്ന ആ ചുവന്ന ആ വസ്ത്രം എന്ന് പറയുന്നത് അവിടുത്തെ ആ കുരിശു മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തു തൻ്റെ ആ പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പാക്കുന്ന ചരിത്രത്തിൽ, ഈ പ്രപഞ്ചത്തിൽ അവിടുന്ന് ഇടപെടുന്നത് അവിടുത്തെ ആ കുരിശു മരണത്തിലൂടെയാണ് എന്നുള്ള ആ ഒരു ചിത്രമാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇനി ചിലരൊക്കെ പറയാറുണ്ട്, ഈ രക്തം, അവിടുത്തെ വസ്ത്രത്തിലുള്ള ആ രക്തം അത്
ശത്രുക്കളുടെ രക്തമാണ്. അപ്പോൾ ശത്രുക്കൾക്കെതിരെ പോരാടുമ്പോൾ തെറിക്കുന്ന ആ രക്തമാണ് അവരുടെ വസ്ത്രത്തിൽ പതിച്ചിരിക്കുന്നത് എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് ശരിയാകുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. കാരണം അവിടുന്ന് തുടങ്ങുന്ന ആ പോരാട്ടത്തിന് മുമ്പ് തന്നെ വസ്ത്രത്തിൽ രക്തം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ശത്രുക്കളുടെ രക്തമല്ല, അത് ക്രിസ്തു ചിന്തിയ രക്തം തന്നെയാണ് അർത്ഥമാകുന്നത്. അപ്പോൾ തിന്മകൾക്കെതിരെ ക്രിസ്തു നേടിയെടുത്ത ആ വിജയം, കുരിശിലെ വിജയം തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി അവിടുന്ന് ആ ചിന്തിയ രക്തം തീർച്ചയായിട്ടും തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടാണ്. അപ്പോൾ ദൈവജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് രക്തം ചിന്തിയ ക്രിസ്തുവിനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കുരിശിൽ നൽകിയ സാക്ഷ്യം, അവിടെ തുടങ്ങി വെച്ച ആ സാക്ഷ്യം ആ തിന്മയുടെ മേലുള്ള സമ്പൂർണ്ണ വിജയത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ കുരിശിൽ അവിടെ തുടങ്ങി വയ്ക്കുന്ന തിന്മയുടെ മേലുള്ള ആ വിജയം അത് അതിന് പൂർണ്ണതയിൽ എത്തുന്നത് ഈ യുഗാന്ത്യത്തിൽ ആണ്. അപ്പോൾ അതിൻ്റെ വിവരണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ആ കുരിശിലുള്ള ആ മരണവും തിന്മയ്ക്കെതിരെയുള്ള ആ ചെറുത്തുനിൽപ്പും വ്യാജത്തിന് അടിയറവ് പറയാതെ ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടിയിട്ടുള്ള സാക്ഷ്യമായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ കുരിശുമരണം അത് ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കുവാനായിട്ട് അവിടുന്ന് നൽകിയ വിശ്വസ്തമായ സാക്ഷ്യം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ ഉള്ള ഒരു പ്രയോഗം, ദൈവവചനത്തിനും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനും അവൻ സാക്ഷ്യം നൽകി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും ഒക്കെ തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്ത് ദൈവജനത്തിന് രക്ഷ നൽകുന്നത് ഇവിടെ വിവരിക്കുന്നു. ഇനി തുടർന്ന് ഉള്ള ഭാഗത്ത് പറയുന്നത് ദൈവവചനത്തെക്കുറിച്ചാണ്. അവൻ വിളിക്കപ്പെടുന്ന പേര് ദൈവവചനം എന്നാണ്. പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഇവിടെയും മാത്രമാണ് യേശുവിനെ ദൈവവചനം എന്ന് വിളിക്കുന്നത്. അപ്പം അത് തന്നെ ഈ രണ്ട് ഗ്രന്ഥത്തിൻ്റെയും പിന്നിലുള്ള ആ ഗ്രന്ഥകാരനിലേക്ക്, യോഹന്നാൻ എന്ന ഗ്രന്ഥകാരനിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വചനത്താലാണ് അവിടുന്ന് ശത്രുക്കളെ, ജനതകളെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ വചനത്താൽ ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു പ്രയോഗം ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 18-ാം അധ്യായം 14 മുതലുള്ള വാക്യം. പുറപ്പാടിൻ്റെ രാത്രിയിൽ ക്രിയാത്മകമായിരുന്ന ദൈവവചനം ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത് ഇവിടെ വിവരിക്കുന്നു. അപ്പോൾ ഇവിടെ വാക്യം ഇങ്ങനെയാണ്: അങ്ങയുടെ സർവശക്തമായ വചനം ആ ശാപഗ്രസ്തമായ രാജ്യത്തിൻ്റെ മധ്യേ വന്നു. അപ്പോൾ ആ വചനം ആ തിന്മയുടെ രാജ്യങ്ങളുടെ മധ്യേ വന്നിട്ട് അതിനെ ഉന്മൂലനം ചെയ്യുന്നതാണ് അവിടെ വിവരിക്കുന്നത്. അപ്പോൾ വചനത്താൽ ദൈവം തിന്മയുടെ ശക്തികളെല്ലാം ഉന്മൂലനം ചെയ്യുന്നു. ഇനി സുവിശേഷത്തിലും ഇവിടെയും ഈ ഒരേ പദപ്രയോഗം തന്നെ എടുക്കുമ്പോൾ അതിന് രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷത്തിൽ ദൈവവചനം ആയി ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ എല്ലാം സൃഷ്ടിക്കുകയും മനുഷ്യാവതാരം ചെയ്യുകയും ചെയ്ത അനാദി മുതലുള്ള വചനത്തെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ ആ സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള, അനാദി മുതലുള്ള ദൈവത്തോട് കൂടിയായിരിക്കുന്ന ആ വചനത്തെ, ആ ക്രിസ്തുവിനെ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇനി ഈ വെളിപാടിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ശത്രുക്കളെ വിധിക്കാനായിട്ട് അന്തിമ നാളിൽ വരുന്ന വചനമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ആ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ആ പ്രയോഗത്തിന്, അവർ സൂചിപ്പിക്കുന്ന പ്രയോഗത്തിന് സമാനമായിട്ടുള്ള അർത്ഥമാണ് ഇവിടെ കാണുക. അപ്പോൾ യേശുവിന് കൊടുത്തിരിക്കുന്ന ആ പേര് ദൈവവചനം എന്നുള്ള ആ പേര്
ദൈവത്തിൻ്റെ സ്വത്വത്തിൻ്റെയും പദ്ധതികളുടെയും വെളിപ്പെടുത്തലായിട്ട് ഇവിടെ വെളിപാടിൽ ആദ്യം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവവചനത്തിനും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനും. അപ്പോൾ ദൈവവചനം നമുക്കതിനെ ഉച്ചരിക്കപ്പെട്ട വചനമായിട്ട് നമുക്ക് അവതരിപ്പിക്കാം. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന വാഗ്ദാനങ്ങൾ, അപ്പോൾ ഉച്ചരിക്കപ്പെട്ട അത് വചനമാണ്. ഇനി ഈ വചനത്തോട് വിശ്വസ്തത പുലർത്തുവാനായിട്ടാണ് ആദ്യം മുതലുള്ള ആഹ്വാനം. വെളിപാടിൽ 1-2 പിന്നെ 9 വാക്യത്തിൽ യോഹന്നാൻ സ്വയം പരിചയപ്പെടുത്തുമ്പോഴൊക്കെ പറയുന്നു, ദൈവവചനത്തിനും യേശുവിന് സാക്ഷ്യത്തിനും അവിടുന്ന് സാക്ഷ്യം നൽകി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ വചനത്തിന് വിശ്വസ്തമായിട്ട് സാക്ഷ്യം നൽകുവാനായിട്ട് ഉള്ള ഒരു ആഹ്വാനം. അപ്പോൾ ദൈവവചനത്തിനായിട്ട് സാക്ഷ്യം നൽകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ദൈവജനമെന്ന് പറയാം. അപ്പോൾ ദൈവവചനത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടവർ. അപ്പോൾ അവർ ജീവൻ സമർപ്പിച്ചും സാക്ഷ്യം നൽകുന്നു. അങ്ങനെയെങ്കിൽ ഈ ദൈവവചനം തന്നെ അവസാനം തിന്മയ്ക്കെതിരെ പോരാടി തൻ്റെ ജനത്തിനായിട്ട് അവരെ കീഴ്പ്പെടുത്തി ദൈവരാജ്യം അത് യാഥാർത്ഥ്യമാക്കുന്നു. ഇനി നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് പറയാം. മാംസം ധരിച്ച വചനമായ യേശു ദൈവ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിട്ട് ലോകത്തിലേക്ക് വന്നു. ദൈവ വാഗ്ദാനങ്ങൾ അവിടുന്ന് ഒന്നൊന്നായിട്ട് സാക്ഷാത്കരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരെയും ആ രക്ഷയിലേക്ക് ആനയിക്കുന്നു. അപ്പോൾ യേശു ദൈവവചനത്തോട് വിശ്വസ്ത പുലർത്തുന്നത് മാത്രമല്ല, ചരിത്രത്തിൽ യാഥാർത്ഥ്യമായ ദൈവവചനം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാക്കുന്നവനായിട്ടാണ് യേശുവിനെ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല അവിടുന്ന് തന്നെയാണ്, യേശു തന്നെയാണ് ദൈവവചനം. അപ്പോൾ നമ്മൾ വെളിപാടിൽ ആരംഭം മുതൽ തന്നെ ആവർത്തിക്കുന്ന ഈ 2 പ്രയോഗങ്ങളെ നമുക്ക് ഇപ്രകാരം നമുക്ക് സംഗ്രഹിക്കാം. ദൈവവചനത്തിനും യേശു ക്രിസ്തുവിന് സാക്ഷ്യത്തിനും എന്നത് യേശുവിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതായിട്ട് മനസ്സിലാക്കാം. ഇനി അവിടുത്തെ ആ സാക്ഷ്യം വിശ്വസ്തവും സത്യസന്ധവുമാണ്. അപ്പോൾ ദൈവവചനത്തിനും യേശു ക്രിസ്തുവിന് സാക്ഷ്യത്തിനും, അപ്പോൾ അവിടെ എല്ലാം ഈ 2 കാര്യങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനവും യേശുവിൻ്റെ ആ സാക്ഷ്യവും അത് ഒന്നു ചേർന്നിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അവിടുന്ന് വിളിക്കപ്പെടുന്ന പേര് ദൈവവചനം എന്നാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ ആ ദൈവവചനം, ആ ദൈവവചനത്തിന് യേശു അത് യാഥാർത്ഥ്യമാക്കി. ഇനി ആ ദൈവവചനത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട്, ആ ദൈവവചനത്തോട് വിശ്വസ്ത പുലർത്തുവാനായിട്ട് ആരാധന സമൂഹവും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ദൈവവചനം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ ആ ശക്തി എന്ന് പറയുന്നത്. ആ ശക്തി സ്വായത്തമാക്കുവാനായിട്ട് ആരാധന സമൂഹവും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് തുടർന്നുള്ള വാക്യത്തിലേക്ക് കടക്കാം. 14 വാക്യത്തിലേക്ക്, സ്വർഗീയ സൈന്യങ്ങൾ ശുഭ്രവും നിർമ്മലവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അപ്പോൾ യുദ്ധം ചെയ്യുവാനായിട്ട് വരുന്ന ആ വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആ സ്വർഗീയ സൈന്യത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വിധി നടപ്പാക്കുന്ന യേശുവിനെ അനുഗമിക്കുന്ന വിശുദ്ധരുടെ സമൂഹം, ഇവർ യേശുവിൻ്റെ ഉയർപ്പിൽ, ഉത്ഥാനത്തിൽ പങ്കുചേരുന്നവരാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ വെളിപാടിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങൾ, 18-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിൽ 4, 6, 11, 7, 9, 13, 14. ഇപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ചില പ്രയോഗങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. 3-ാം അധ്യായത്തിൽ സഭകൾക്കുള്ള കത്തിൽ വിജയം വരിക്കുന്നവർക്ക് കൊടുക്കുന്ന ആ വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 4-ാമത്തെ വാക്യം, 3-ാം അധ്യായം, തങ്ങളുടെ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്ത കുറച്ച് പേർ സാർദിസിൽ നിനക്കുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും. വിജയം വരിക്കുന്നവൻ ഇപ്രകാരം വെള്ളവസ്ത്രം ധരിപ്പിക്കപ്പെടും. ഇനി 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു,
നിന്നെ ഞാൻ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണവും നിന്റെ നഗ്നതയുടെ നാണം വെളിവാകാത്ത വിധം ധരിക്കാൻ ധവള വസ്ത്രങ്ങളും കാഴ്ച ലഭിക്കാൻ കണ്ണിലെഴുതാനുള്ള ലേപനവും എന്നോട് വാങ്ങുക. അപ്പോൾ ഈ വെളുത്ത വസ്ത്രം നൽകുന്നത് ക്രിസ്തു തന്നെയാണ്. ഇനി 7-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ 144,000 പേരെക്കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് ഇവിടെ പറയുന്നുണ്ട്, ഇതാ എണ്ണിത്തെറ്റിപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത വിധം വലിയ ജനക്കൂട്ടം, അവർ വെള്ളയങ്കി അണിഞ്ഞ് അവരുടെ കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. ഇനി ഇവർ ധരിക്കുന്ന ആ വെളുത്ത വസ്ത്രത്തെക്കുറിച്ച് 5-ാമത്തെ മുദ്രയിലും പറയുന്നുണ്ട്. ആ കൊല്ലപ്പെട്ടതുപോലെ ബലിപീഠത്തിന് കീഴെ ആയിരിക്കുന്ന ആ കൊല്ലപ്പെട്ടവർ നിലവിളിക്കുമ്പോൾ അവർക്ക് നൽകുന്നത് എന്താണ്? വെളുത്ത വസ്ത്രം ധരിക്കുവാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ വെളുത്ത വസ്ത്രം അത് ഉയർപ്പിൽ പങ്കുചേരുന്നതിൻ്റെ പ്രതീകം തന്നെയാണ്. ഇനി ഇവരാകട്ടെ കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ കൂടിയാണ്. അപ്പോൾ ഈ മൃഗത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ക്രിസ്തുവിനെ വിശ്വാസികൾ പിന്തുടരുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ സ്വർഗീയ സൈന്യം എന്ന് പറയുമ്പോൾ സ്വർഗീയ ദൂതരോടൊപ്പം ആ യേശുവിൻ്റെ സാക്ഷ്യത്തിൽ വിശ്വസ്ത പുലർത്തിയ ആ ദൈവജനത്തെയും നമുക്ക് ഉൾപ്പെടുത്തി കാണുവാൻ സാധിക്കും. അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ നീതിയുടെ വസ്ത്രം തന്നെയാണ് ഈ വെളുത്ത വസ്ത്രം. ഉയർപ്പിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുന്ന ദൈവജനത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ അവിടത്തോടു കൂടെ ആയിരിക്കുന്നത് അവിടുത്തെ സാക്ഷ്യത്തിൽ പങ്കുചേർന്ന് അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരുന്നവർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൂചന 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് പറയുന്നിടത്തും ഈ വെളുത്ത വസ്ത്രത്തിൻ്റെ ഒരു പ്രതീകം കാണുവാനായിട്ട് സാധിക്കും. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.